അതാണ് എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം തുടങ്ങി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. സൈന്യവും ഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ വാർത്തകൾ കൂടി ഏറ്റവും അവസാനം വരുന്നുണ്ട് അശ്വതി. ഇന്ത്യൻ സേന ഇവിടുത്തെ ഭീകരാക്രമണത്തിന് പിന്നാലെ മറ്റ് പല സ്ഥലങ്ങളിൽ കൂടി ആക്രമണം നടത്താൻ എന്തായാലും ഈ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ മുൻകൂട്ടി കരുതിയിരുന്നു എന്ന് വേണം. അത് തകർക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഫലം കൂടിയാവണം ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന്റെ വാർത്ത ഏറ്റവും അവസാനം കൂടി വരുന്നത്. ഇന്നലെ രാത്രിയാണ് 4 ഭീകരരെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്ന വാർത്ത ഏറ്റവും പുതിയ വാർത്തയായി വരുന്നതാണ്. ഈ അല്പസമയം മുമ്പാണ് ഏറ്റുമുട്ടൽ എന്നാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. പക്ഷേ കൃത്യമായ വിവരങ്ങൾ നമുക്ക് അത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. സാധാരണ ഇത്തരം ഏറ്റുമുട്ടലുകളൊക്കെ ചിലപ്പോൾ സൈന്യം പുറത്തുവിടുന്ന സമയത്തിലൊക്കെ വ്യത്യാസം കാണും. സാധാരണഗതിയിൽ ഇത്തരം ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ മറ്റ് പല സ്ഥലങ്ങളിലും അതിന് തൊട്ടു പിന്നാലെ ആക്രമണം നടത്തുന്ന രീതി ഇത്തരം ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾക്കുണ്ട്. അത് തടയാൻ വേണ്ടിയുള്ള അതിശക്തമായ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് 4 ഭീകരരെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലെ ഏറ്റുമുട്ടൽ മാത്രമാണ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി മറ്റെവിടെയെങ്കിലും എന്തായാലും ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റി ഉണ്ടായിട്ടുമില്ല. അതാണ് ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പഴുതടച്ചുള്ള സുരക്ഷ അത് തന്നെയാണ് സൈന്യം ഇപ്പോൾ അതിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റുമുട്ടൽ അവിടെ പുതിയ ഏറ്റുമുട്ടലിന്റെ വിവരങ്ങൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. കിരൺ, അത്രത്തോളം വേദനയുണ്ടാക്കിയ ആ സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. ആ ഭീകരാക്രമണം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. പലരുടെയും മൃതദേഹങ്ങൾ അവരുടെ ജന്മനാട്ടിലേക്കൊക്കെ എത്തുന്നതിന്റെ കാഴ്ചകൾ നമ്മളെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായിരുന്നു അവർ എന്നുള്ളതാണ്. അവധി ആഘോഷിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയതാണ്. ശാന്തമായിരുന്ന കശ്മീരിനെ ചോരക്കളമാക്കി മാറ്റിയ ഭീകരരെ അവർക്കുള്ള മറുപടി എന്ത് എന്നറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടത് വളരെ കുറച്ച് സമയം മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം 7 മണിക്ക് ഉണ്ട്. മാധ്യമങ്ങളെ കാണും. അതിനുശേഷം ഈ യോഗ തീരുമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാജ്യത്തെങ്ങും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യം. ആശങ്ക വേണ്ട എന്ന് നമ്മളോട് നമ്മുടെ സൈനികർ പറയുന്നു. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഇത് എന്നും അവർ പറയുകയാണ്. എന്തായാലും കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ വാർത്തകൾ എത്തിച്ചു കഴിഞ്ഞു. ആസിഫ് ഷെയ്ഖ് എന്നയാളാണ് ഇതിന് പിന്നിലെന്നും അവരുടെ ചിത്രങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? അശ്വതി, അതുമായി ബന്ധപ്പെട്ട നിലവിൽ ലഭ്യമായ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്കടക്കം എല്ലാ മാധ്യമങ്ങൾക്കും ലഭ്യമായിട്ടുള്ളത്. ഈ ഭീകര സംഘടന ആര് എന്നുള്ളത് കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ഭീകരരുടെ ചിലരുടെ ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ 7 പേര് ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. സൈന്യം ഇത്തരം ചില ഘട്ടത്തിലൊക്കെ കൃത്യമായ വിവരങ്ങൾ പലപ്പോഴും പുറത്തുവിടാറില്ല. അത് രാജ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഇവരെല്ലാം പിടികൂടണം എന്നുള്ളത് സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. 4 പേരാണ് ആളുകൾക്ക് നേരെ നിറയൊഴിച്ചത്. ബാക്കി ഉണ്ടായിരുന്ന 2 പേരെ കൂടി കണ്ടുവെന്ന് അവിടുത്തെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പക്ഷേ ആളുകളൊക്കെ ഇങ്ങനെ ഒരു സമയത്ത് നിറയൊഴിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ ആളുകൾ ഈ സമയത്ത് വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. ആ സമയത്ത് പറയുന്ന എണ്ണത്തിലൊക്കെ ചിലപ്പോൾ 1-2 എണ്ണത്തിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാകാൻ വഴിയുണ്ട്. ഇനി ഇവർക്ക് ഈ ആക്രമണം നടത്തുന്ന സമയത്ത് ഇവർക്കൊപ്പം മറ്റേ ആരെങ്കിലും അവർക്ക് പിന്നിൽ ഉണ്ടായിരുന്നോ, അവരുടെ മറ്റു ഭീകർ ഉണ്ടായിരുന്നോ